ബാലസാഹിത്യങ്ങൾ വായിച്ചു തുടങ്ങിയ കാലത്ത് എൻ്റെ പ്രിയപ്പെട്ട ബാലസാഹിത്യകാരനായിരുന്നു പി നരേന്ദ്രനാഥ്. അദ്ദേഹത്തിൻ്റെ കൊച്ചു നീലാണ്ടൻ എന്ന പുസ്തകത്തെ പറ്റിയാണ് ഞാൻ ഇവിടെ പറയുന്നത്. കൊച്ചു നീലാണ്ടൻ ഒരു വികൃതി കുട്ടിയാണ്. അവൻ്റെ വികൃതികൾ ചിലപ്പോഴൊക്കെ ചിരിപ്പിക്കുകയും ചിലപ്പോഴൊക്കെ വേദനിപ്പിക്കുകയും ചെയ്യാറുണ്ട്. കൊച്ചു നീലാണ്ട എന്ന് അമ്മ ഉറക്കെ വിളിക്കും. അവൻ അമ്പഴമരത്തിൻ്റെ മുകളിൽ നിന്ന് അത് കേട്ട് ചിരിക്കും. അമ്മ അവസാനം അപേക്ഷിക്കും, താഴെ ഇറങ്ങി വാ മോനെ. അപ്പോൾ അവൻ താഴെ ഇറങ്ങും. അവൻ്റെ അച്ഛൻ പട്ടാളത്തിലാണ്. ഈ പുസ്തകത്തിൽ കൊച്ചു നീലാണ്ടൻ്റെ ഓരോ കുസൃതികളാണ് ഓരോ കഥകളായി അവതരിപ്പിച്ചിരിക്കുന്നത്. ചിലപ്പോൾ കൊച്ചു നീലാണ്ടൻ്റെ കുസൃതികളൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് ചെയ്ത കുസൃതികളുമായി സാദൃശ്യമുള്ളവയാണ് എന്ന് തോന്നും. അവൻ്റെ അച്ഛന് ഒരു അമ്മാവനുണ്ട്. അച്ഛൻ്റെ അമ്മാവൻ എന്നാണ് അവൻ അദ്ദേഹത്തെ വിളിക്കാറ്. അദ്ദേഹമാണ് അവൻ്റെ അച്ഛനെ വളർത്തുകയും പട്ടാളത്തിലേക്ക് അയക്കുകയും എല്ലാം ചെയ്തത്. ഈ അമ്മാവൻ ഒരു തീറ്റ കൊതിയൻ തന്നെയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ അമ്മാവൻ്റെ കൊതി അവസാനിപ്പിക്കാൻ കൊച്ചു നീലാണ്ടൻ തീരുമാനിച്ചു. അച്ഛൻ്റെ അലമാരിയിൽ നിന്ന് വയറിളകാനുള്ള ഉപ്പെടുത്തു. അതിൽ പഞ്ചസാര കലക്കി കാരണവർക്ക് കൊടുത്തു. ഇതെന്താടാ എന്ന് ചോദിച്ചപ്പോൾ ഒരു തരം മിഠായി പൊടിയാണെന്ന് ഉത്തരം പറഞ്ഞു. അത് മുഴുവനോടെ മൂപ്പർ വായിലേക്ക് തട്ടി. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും കാരണവർക്ക് വയ്യാതായി. മുണ്ടും പൊക്കിക്കൊണ്ട് മറപ്പുരയിലേക്ക് ഓടി. അങ്ങനെ അവശനായി കട്ടിലിൽ കിടക്കുകയാണ് കൊച്ചു നീലാണ്ടൻ്റെ അച്ഛൻ്റെ അമ്മാവൻ. സംഭവം വഷളായി എന്ന് മനസ്സിലാക്കിയ കൊച്ചു നീലാണ്ടൻ അച്ഛനോട് എല്ലാം തുറന്നു പറഞ്ഞു. അച്ഛൻ അമ്മാവന് മരുന്ന് കൊടുത്തു. എന്നിട്ട് കൊച്ചു നീലാണ്ടനെ തല്ലാൻ തുടങ്ങി. കാരണവർ വയ്യാതെ ഓടി വന്ന് കൊച്ചു നീലാണ്ടനെ അവിടെ നിന്നും മാറ്റി. കൊച്ചു നീലാണ്ടന് അതിശയമായി. ഇത്രയും കാലം അവനെ കളിയാക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്തിരുന്ന അച്ഛൻ്റെ അമ്മാവനാണോ അവനെ അടിയിൽ നിന്നും രക്ഷിച്ചത്? അങ്ങനെ അച്ഛൻ്റെ അമ്മാവനും കൊച്ചു നീലാണ്ടനും തമ്മിൽ സ്നേഹമായി. അച്ഛൻ്റെ കൊമ്പൻ മീശ കൊച്ചു നീലാണ്ടന് ഒട്ടും ഇഷ്ടമല്ല. ഒരു ദിവസം കാരണവർ അവനോട് പറഞ്ഞു, നീ ഇന്ന് അച്ഛൻ്റെ കൊമ്പൻ മീശ അങ്ങ് വെട്ടിക്കളഞ്ഞു. അച്ഛൻ്റെ അടിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അങ്ങനെ അച്ഛൻ ഉറങ്ങാൻ തുടങ്ങിയപ്പോൾ അവൻ പണി ആരംഭിച്ചു. അവനത് വെട്ടുന്നതിന് മുമ്പേ അച്ഛൻ അവൻ്റെ കയ്യിൽ നിന്ന് കത്രിക പിടിച്ചു വാങ്ങി. അച്ഛൻ അവന് താക്കീത് നൽകി പറഞ്ഞു വിട്ടു. കാരണവർ അവിടെ നിന്ന് കുടുകൂടെ ചിരിക്കുന്നുണ്ടായിരുന്നു. അവന് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു. 2 ദിവസത്തേക്ക് അവൻ ആരോടും മിണ്ടാതെയിരുന്നു. അങ്ങനെ പോകുന്നു കൊച്ചു നീലാണ്ടൻ്റെ വികൃതികൾ. അങ്ങനെ അച്ഛൻ ലീവിൽ നിന്ന് മടങ്ങി. അച്ഛൻ തിരിച്ചു പോയപ്പോൾ കൊച്ചു നീലാണ്ടന് ആകെ വിഷമമായി. അച്ഛനോടൊപ്പം ഉണ്ടായിരുന്ന 3 മാസങ്ങളിലെ ഉന്മേഷം ചോർന്നു പോകുന്നത് പോലെ അവന് തോന്നി. മാസങ്ങൾ കഴിഞ്ഞിട്ടും അച്ഛൻ്റെ കത്ത് വന്നില്ല. അച്ഛനെ പറ്റി ഒരു വിവരവും കിട്ടിയില്ല. വീട്ടിലുള്ളവരെല്ലാം നെടുവീർപ്പോടെ കാത്തിരുന്നു. കൊച്ചു നീലാണ്ടൻ വികൃതിയൊക്കെ നിർത്തി വിഷാദത്തോടെ ഒരു മൂലയിലിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം വീട്ടുമുറ്റത്ത് ഒരു ടാക്സി കാർ വന്നു നിൽക്കുന്നു. അതിൽ നിന്ന് ഒരു കാൽ നഷ്ടപ്പെട്ട അച്ഛനാണ് ഇറങ്ങി വരുന്നത്. ആ രംഗങ്ങളൊക്കെ വളരെ തന്മയത്വത്തോടെയാണ് കഥാകാരൻ വിവരിച്ചിരിക്കുന്നത്. യുദ്ധത്തിനിടെ വെടികൊണ്ട് കാൽ തകർന്നു പോയ കഥയൊക്കെ അച്ഛൻ വിവരിക്കുന്ന ഭാഗം വായനക്കാരിലും വേദനയുളവാക്കും. കൊച്ചു നീലാണ്ടൻ കുട്ടിയാണെങ്കിലും അവൻ്റെ മനസ്സ് ജീവിത യാഥാർത്ഥ്യങ്ങളെ നേരിടാൻ പക്വതയാർജിക്കുന്നു. താൻ ഇനി വികൃതി കാണിക്കയില്ലെന്നും പഠിച്ച് വലുതായി അമ്മയെയും അച്ഛനെയും അച്ഛൻ്റെ അമ്മാവനെയും നോക്കുമെന്ന് ഗദ്ഗത കണ്ഠനായി പറയുന്നിടത്ത് കഥ അവസാനിക്കുന്നു. ഈ പുസ്തകം കുട്ടികൾക്ക് തികച്ചും ആസ്വാദ്യകരമായ ഒരു പുസ്തകമാകും എന്ന് എനിക്ക് ഉറപ്പാണ്. പ്രത്യേകിച്ച് കഥാഗതിയില്ലെങ്കിലും കൊച്ചു കുട്ടികളുടെ മനം കവരുന്ന രീതിയിലുള്ള കഥാസന്ദർഭങ്ങളാണ് ഇതിലുള്ളത്. വായനയുടെ ലോകത്തേക്ക് പ്രവേശിക്കുന്ന കൊച്ചുകുട്ടികൾക്ക് ഈ പുസ്തകം നല്ലൊരു വായനാനുഭവം തന്നെയായിരിക്കും.